ഇൻസൈഡ് അവർ എർത്ത്, നമ്മുടെ ഭൂമിക്ക് ഉൾവശത്തെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. എർത്തിന് 3 ലെയേഴ്സ് ഉണ്ട്. ക്രസ്റ്റ്, ഭൂവൽക്കം, മാന്റില്, കോറ്, കാമ്പ് തുടങ്ങിയവയാണ് എർത്തിന്റെ 3 ലെയേഴ്സ്. എർത്തിനകത്തും പുറത്തുമായിട്ട് തുടർച്ചയായിട്ട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇന്റീരിയർ ഓഫ് ദി എർത്ത്, എർത്തിന്റെ അകംഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമിക്ക് ധാരാളം ഉറച്ച പാളികളുണ്ട്. ഇത് ഒന്ന് കോണ്ടിനെന്റൽ മാസ്, 2 ഓഷ്യൻ ഫ്ലോർ. കോണ്ടിനെന്റൽ മാസ് എന്ന് പറഞ്ഞത് ഇതിന് ഏകദേശം 35 കിലോമീറ്റർ ദൂരമുണ്ട്. ഓഷ്യൻ ഫ്ലോറിന് 5 കിലോമീറ്റർ ആണുള്ളത്. ഏറ്റവും മുകളിലുള്ള എർത്തിന്റെ പാളിക്ക് ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്നാണ് വിളിക്കുന്നത്. കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കള് സിലിക്കയും അലൂമിനിയവുമാണ്. അതുകൊണ്ട് ഇതിനെ സിയാൽ എന്ന് വിളിക്കുന്നു. ഓഷ്യാനിക് ക്രസ്റ്റില് പ്രധാന മിനറൽസ് അഥവാ ധാതുക്കള് സിലിക്കയും മഗ്നീഷ്യവുമാണ്. അതുകൊണ്ട് ഇതിനെ സിമ എന്നും അല്ലെങ്കിൽ സൈമ എന്നും വിളിക്കുന്നു. ക്രസ്റ്റിന് തൊട്ട് താഴെയുള്ള പാളിയായ മാന്റിലിന് ഏകദേശം 2900 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ദൂരം. ഏറ്റവും അകത്തുള്ള ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള കോർ അഥവാ കാമ്പിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3500 കിലോമീറ്റർ ആണ്. നിക്കലും അയണും തുടങ്ങിയ മിനറൽസ് കൊണ്ടാണ് ഈ മാന്റില് നിർമ്മിതമായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നൈഫ് എന്നാണ് വിളിക്കുന്നത്. ഏറ്റവും ആഴമേറിയ ഗർത്തം അഥവാ മൈന് സൗത്ത് ആഫ്രിക്കയിലാണ് ഉള്ളത്. 4 കിലോമീറ്റർ ആഴമാണ് ഇതിന്. എണ്ണയ്ക്ക് വേണ്ടി എഞ്ചിനീയർമാർ കുഴിച്ച ഈ കുഴിക്ക് ഏകദേശം 6 കിലോമീറ്ററോളം ആഴമുണ്ടായിരുന്നു. ഇനി നമുക്ക് ഭൂമിയുടെ സെൻറ്ററിലേക്ക് പോകണമെങ്കിൽ അത് വെറും ഒരു സങ്കല്പം മാത്രമാണ്, സാധിക്കില്ല. ഇനി അങ്ങനെ പോകണമെന്നുണ്ട് എങ്കിൽ നമ്മൾ 6000 കിലോമീറ്റർ ആഴത്തിൽ ഒരു കുഴി ഓഷ്യൻ ഫ്ലോറിൽ കുഴിക്കേണ്ടതായിട്ട് വരും. ഇനി ഭൂമിയെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഭൂമിയുടെ വോളിയത്തിൻ്റെ അതായത് വ്യാപ്തത്തിൻ്റെ 1% മാത്രമാണ് ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം ഉള്ളത്. ബാക്കിയുള്ളതിൽ 84% മാന്റിലും 15% കോറുമാണ് ഉള്ളത്. ഭൂമിയുടെ റേഡിയസ് 6371 കിലോമീറ്റർ ആണ്. റോക്സ് ആൻഡ് മിനറൽസ്, ശിലകളെയും ധാതുക്കളെയും കുറിച്ച് നോക്കുകയാണെങ്കിൽ എർത്തിന്റെ ക്രസ്റ്റ് വ്യത്യസ്ത തരം ശിലകളാൽ അല്ലെങ്കിൽ റോക്സുകളാൽ നിർമ്മിതമാണ്. റോക്സിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഒന്നോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതമാണ് ശിലകൾ അഥവാ റോക്സ്. അതായത് ഒന്നിൽ കൂടുതലായിട്ടുള്ള മിനറൽസിന്റെ ഒരു കോമ്പിനേഷനാണ് ശിലകൾ പറയുന്നത്. പ്രധാനമായും 3 തരത്തിലുള്ള റോക്സ് ആണ്, ശിലകളാണ് ഉള്ളത്. ഒന്ന് ഇഗ്നിയസ് റോക്സ്, 2 സെഡിമെന്ററി റോക്സ്, 3 മെറ്റമോർഫിക് റോക്സ്. ഇഗ്നിയസ് റോക്സ് അഥവാ ആഗ്നേയ ശില എന്നതിനെ മലയാളത്തിൽ പറയും. ഇതിൻ്റെ ലാറ്റിൻ വേർഡായ ഇഗ്നിസിൽ നിന്നാണ് ഈ ഇഗ്നിയസ് റോക്സ് എന്ന പേരുണ്ടായത്. ഇഗ്നിസ് എന്ന് പറഞ്ഞാൽ ഫയർ, തീ എന്നാണ് അർത്ഥമാക്കുന്നത്. ഉരുകിയ മാഗ്മ തണുക്കുമ്പോൾ അത് സോളിഡ് ആകുന്നു, ഖരരൂപത്തിലേക്ക് ആകുന്നു. ഇതാണ് ഇഗ്നിയസ് റോക്സ്. അവയെ പ്രാഥമിക ശിലകൾ അഥവാ പ്രൈമറി റോക്സ് എന്നും വിളിക്കുന്നു. 2 തരത്തിലുള്ള ഇഗ്നിയസ് റോക്സ് ഉണ്ട്. ഒന്ന് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സും 2 എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സും. എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്നാൽ അഗ്നിപർവ്വതങ്ങൾക്കുള്ളിൽ ഉള്ള ഉരുകിയ ചുവന്ന മാഗ്മ ഭൂമിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഈ ലാവ ഭൂമിയുടെ സർഫസ് അഥവാ ഉപരിതലത്തിലെത്തുമ്പോൾ തണുത്തുറഞ്ഞ് കട്ടിയുള്ളതാകുന്നു. ഇത്തരത്തിൽ ക്രസ്റ്റില് റോക്സ് ഫോം ചെയ്യുന്നതിനെയാണ് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സിന് സൂക്ഷ്മമായ ഘടനയാണ് ഉള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാസാൾട്ട് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ്. ഈ ഡെക്കാൻ പ്ലേറ്റ്യൂസ് ബാസാൾട്ട് പാറകൾ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. ഇനി
ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്താണെന്നാൽ ചിലപ്പോൾ ഉരുകിയ മാഗ്മ ഭൂമിക്ക് ഉള്ളിൽ വെച്ച് തന്നെ തണുക്കുന്നു. ഇത്തരത്തിലുള്ള പാറകളെയാണ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് വിളിക്കുന്നത്. സാവധാനത്തിൽ തണുക്കുന്നതിനാൽ വലിയ ഗ്രെയിൻസ് ആണ് ഇതിന് ഉണ്ടാകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രാനൈറ്റ്. ഇനിയും ഗ്രാനൈറ്റിന്റെ ഈ ഒരു റോക്സ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രയോജനങ്ങളാണെന്ന് നോക്കിയാൽ, സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ധാന്യങ്ങളെയും ഒക്കെ പൊടിപ്പിക്കുന്നതിന് അതിന്റെ പൊടി തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കല്ലുകൾ ഗ്രാനൈറ്റുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ്. അടുത്തത് സെഡിമെന്ററി റോക്സ് ആണ്. സെഡിമെന്ററി റോക്സിനെ നമുക്ക് അവസാദ ശില എന്ന് മലയാളത്തിൽ പറയാം. ലാറ്റിൻ വേർഡായ സെഡിമെന്റം എന്ന് പറഞ്ഞാൽ സെറ്റിൽ ഡൗൺ, എവിടെയെങ്കിലും നിക്ഷേപിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത്. ആ വാക്കിൽ നിന്നാണ് സെഡിമെന്ററി റോക്സ്, സെഡിമെന്റം എന്ന വാക്കിൽ നിന്നാണ് സെഡിമെന്ററി റോക്സ് ഉണ്ടാകുന്നത്. അതായത് ശിലകള്, ഈ റോക്സ് ഉരുണ്ട് വന്ന് എവിടെയെങ്കിലും പൊടിഞ്ഞ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്നതാണ് സെഡിമെന്ററി റോക്സ്. പൊടിഞ്ഞുണ്ടാകുന്ന ചെറിയ തരികൾക്ക് സെഡിമെന്റ്സ് അഥവാ അവസാദങ്ങൾ എന്നാണ് പറയുന്നത്. ഇവയെ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കി നിക്ഷേപിക്കുന്നത് കാറ്റ്, വെള്ളം തുടങ്ങിയവയാണ്. ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന സെഡിമെന്റ്സ് അയഞ്ഞതായിരിക്കും, ലൂസായിട്ട് ഉള്ളതായിരിക്കും. ഇത് ചേർന്ന് കട്ടിയായി റോക്സിന്റെ ലെയേഴ്സുകളായി തീരുന്നു. ഇതിനെയാണ് സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാൻഡ് സ്റ്റോൺ. ഈ സ്റ്റോണുകൾക്ക് ഇടയ്ക്ക് പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും മൈക്രോ ഓർഗാനിസത്തിന്റെയും ഒക്കെ ഫോസിൽസുകൾ കാണപ്പെടാറുണ്ട് ഈ സെഡിമെന്ററി റോക്സിനിടയിൽ. ഫോസിൽ എന്താണെന്നാൽ ഈ ഡെഡ് പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ അഥവാ റിമൈൻസ് ഈ റോക്സിന്റെ ലെയേഴ്സിനുള്ളിൽ കാണപ്പെടുന്നു. ഇതിനെയാണ് ഫോസിൽ എന്ന് പറയുന്നത്. അടുത്തത് മെറ്റാമോർഫിക് റോക്സ്. ലാറ്റിൻ വേർഡായ മെറ്റാമോർഫോസ് എന്നതിൽ നിന്നാണ്, അതായത് ചേഞ്ച് ഓഫ് ഫോം, രൂപമാറ്റം സംഭവിക്കുന്നത്. അതിനെയാണ് മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. മലയാളത്തിൽ കായാന്തരിത ശിലയെന്നും പറയും. അതായത് ഇഗ്നിയസ് റോക്സിന്റെയും സെഡിമെന്ററി റോക്സിനും രൂപമാറ്റം സംഭവിക്കുന്നതിലൂടെ ഉണ്ടാവുന്നതാണ് മെറ്റാമോർഫിക് റോക്സ്. പ്രഷർ, ഹീറ്റ് ഇതൊക്കെ ഇതിന്റെ രൂപമാറ്റത്തിന് കാരണമാകാറുണ്ട്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ക്ലേ സ്ലേറ്റ് രൂപത്തിലേക്ക് മാറുന്നത്, ലൈം സ്റ്റോണ് മാർബിളായി മാറുകയും ചെയ്യുന്നു. ഇതൊക്കെ മെറ്റാമോർഫിക് റോക്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി റോക്ക് സൈക്കിൾ എന്താണെന്ന് നോക്കിയാൽ, ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്കുള്ള റോക്സിന്റെ മാറ്റത്തിനെയാണ് റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് മോൾട്ടൺ മാഗ്മയിൽ നിന്നും ഇഗ്നിയസ് റോക്സ് ഉണ്ടാകുന്നു. ഇത് പൊടിഞ്ഞ് സെഡിമെന്ററി റോക്സ് ഉണ്ടാകുന്നു. സെഡിമെന്ററി റോക്സും ഇഗ്നിയസ് റോക്സും ഹീറ്റിന്റെയും പ്രഷറിന്റെയും ഒക്കെ പ്രസൻസ് കൊണ്ട് മെറ്റാമോർഫിക് റോക്സ് ആവുന്നു. ഈ മെറ്റാമോർഫിക് റോക്സ് വളരെ ഉയർന്ന തരത്തിലുള്ള ഹീറ്റ് കൊണ്ടും പ്രഷർ കൊണ്ടും എന്താകുന്നു, മെൽറ്റ് ഡൗൺ ആയിട്ട് മോൾട്ടൺ മാഗ്മയായിട്ട് തീരുന്നു. വീണ്ടും ഈ മോൾട്ടൺ മാഗ്മ ഇഗ്നിയസ് റോക്സ് ആയിട്ട് തീരുന്നു. ഇതാണ് റോക്ക് സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നു, അതിൽ നിന്നും വേറൊന്നിലേക്ക് മാറുന്നു. ഇത്തരത്തിലൊരു സൈക്കിൾ പോലെ, ഒരു ചെയിൻ പോലെ ഇങ്ങനെ കറങ്ങി വരുന്നതിനെയാണ് റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. പല തരത്തിലുള്ള ധാതുക്കൾ അഥവാ മിനറൽസ് ചേർന്നതാണ് റോക്സ്. ഇനിയും മിനറൽസ് എന്താണെന്ന് നോക്കിയാൽ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് ഭൗതിക ഗുണങ്ങളും ഡെഫിനേറ്റ് കെമിക്കൽ കോമ്പോസിഷൻസ് അഥവാ കൃത്യമായ രാസഘടനയുള്ളതുമായ നാച്ചുറലി ഉണ്ടാകുന്ന സബ്സ്റ്റൻസ് ആണ് അഥവാ പദാർത്ഥങ്ങളെയാണ് മിനറൽസ് എന്ന് പറയുന്നത്. മിനറൽസിനെ നമ്മൾ ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോള്, നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം തുടങ്ങിയ മിനറൽസ് നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനിയും വ്യവസായ മേഖലകളിലും മിനറൽസ് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയൺ, അലൂമിനിയം, ഗോൾഡ്, യുറേനിയം തുടങ്ങിയവയൊക്കെ. മെഡിസിനിലും ഫെർട്ടിലൈസേഴ്സിലുമൊക്കെ മിനറൽസ് യൂസ് ചെയ്യാറുണ്ട്. മെഡിസിനിൽ യൂസ് ചെയ്യുന്ന മിനറൽസ് ആണ് കാൽസ്യവും സോഡിയവും. ഫെർട്ടിലൈസേഴ്സിൽ യൂസ് ചെയ്യുന്ന മിനറൽസ് ആണ് നൈട്രോജൻ, പൊട്ടാസ്യം, ഫോസ്ഫേറ്റ്
തുടങ്ങിയവ.